നമ്മൾ ഈ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിന് ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ചെയ്തു തുടങ്ങണം. ഇവിടെയാണ് നമ്മൾ താഴ്ഭാഗത്ത് വരുന്ന ബട്ടൺ, അതായത് ചെയിൻ ലോക്ക് ആവുന്ന ലൈനായിട്ട് കൂട്ടുന്നത് ഈ ലൈനിനെയാണ്. നമ്മൾ അല്ലാതെ ലോക്ക് ഇടാതെ വരുന്ന ലൈനായിട്ട് കൂട്ടുന്നത് ഈ ഒരു ലൈനാണ്. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ ഫില്ല് ചെയ്ത് പോവാൻ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കൂടുതലായിരിക്കണം, ഇവിടെ ഗ്യാപ്പ് കുറവായിരിക്കണം, ആ രീതിക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെയിന് കുറച്ചധികം ഗ്യാപ്പ് ഇട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നിന്ന് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്ന് ചെയിൻ എടുക്കുക, എന്നിട്ട് ആ ചെയിനിനെ മേളിലോട്ട് കൊണ്ടുവന്ന് ലോക്കാക്കുക. ഇവിടെ പോയി ചെയിൻ ലോക്ക് ഇടുക, എന്നിട്ട് കുറച്ചൊന്ന് അകത്തി അടുത്ത ചെയിൻ എടുക്കുക, അവിടെ ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് മേളിലോട്ടാണല്ലോ പോകുന്നത്, അപ്പോൾ ആ ചെയിൻ അവിടെ ഹോൾഡാക്കി നിർത്താൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ചെയിൻ ലോക്ക് കൊടുത്തിട്ടാണ് ഈ ലൈനിലേക്ക് വരുന്നത്. എന്നിട്ട് ആ ചെയിനിനെ വീണ്ടും അതിൽ ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെയിൻ ലോക്കും കൂടെ കൊടുത്ത ശേഷം അടുത്ത പോയിന്റിലോട്ട് പോവുക, ചെയിൻ ലോക്ക് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിലോട്ട് തന്നെ വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പോർഷൻ ഇത്രയും ആവുമ്പോഴേക്കും ഈ ഭാഗം ഇവിടെ എത്തിയിരിക്കണം. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പോയി ഒരു ചെയിൻ എടുക്കുക, എന്നിട്ട് കുറച്ചൊന്ന് നീട്ടിയിട്ട് ഇപ്പുറത്തേക്ക് ഒരു ചെയിൻ എടുക്കുക, ചെയിൻ ലോക്ക് കൊടുത്ത ശേഷം ഇപ്പുറത്തേക്ക് വരിക. ഇവിടെ കുറച്ച് അകത്തിയിട്ട് തന്നെ ചെയ്തു പോവുക. അവിടെ ലോക്കാക്കുക, എന്നിട്ട് ഇവിടെ ചെയിൻ ലോക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു ലോക്കിടുക, വീണ്ടും ഒരു ലോക്കിടുക. ശ്രദ്ധിക്കുക, ആ പകുതി എത്തുമ്പോൾ ഈ ലൈനും പകുതിയിലെത്തണം. അത് നമ്മൾ തെറ്റിപ്പോയാൽ ആ ഡിസൈൻ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ചെയിൻ ലോക്ക് ഇട്ടു, അടുത്ത പോയിന്റിലോട്ട് പോവുക, ചെയിൻ എടുക്കുക, ചെയിൻ ലോക്ക് ഇടുക, ഇവിടേക്ക് വരിക. നമ്മൾ ലോക്കിട്ട ശേഷം അവിടെ ലോക്കാക്കി കൊടുത്തിട്ട് ലോക്ക് കൊടുക്കുക. ആ വരുന്ന ചെയിനിനെ ലോക്കാക്കുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ചെയിൻ എടുത്തു, ചെയിൻ ലോക്ക് എടുക്കുക, എന്നിട്ട് ഏകദേശം ഇപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ എടുത്ത് അതിൽ ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് എടുക്കുന്നത് സെൻറ്റർ ഭാഗത്തേക്കാണ്. സെൻറ്ററിൽ ഒരു ചെയിൻ കൊടുത്ത് ചെയിൻ ലോക്ക് കുറച്ച് മുകളിലോട്ട് കൊടുക്കുക, എന്നാലേ കോർണർ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇവിടെ വന്ന് ഒരു ചെയിൻ എടുക്കുക, എന്നിട്ട് അടുപ്പിച്ച് വരിക, ഇവിടെ ലോക്ക് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇനി നമുക്ക് താഴോട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ ലോക്കിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ, നമുക്കവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ലോക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ നോർമൽ ബട്ടൺ ഹോളിന് ചെയ്യുന്ന അത്രയും മതിയാവും. എന്താണെന്ന് വെച്ചാൽ ആ ചെയിന് കുരുങ്ങാത്ത പ്രശ്നം അവിടെ വരുന്നില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഷേപ്പിനെ നമ്മൾ എന്താ പറയുക, മാറ്റാണ്ട് വേണം ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ആ സെൻറ്ററിലെത്തുമ്പം ഇതും സെൻറ്ററിലെത്തണമെന്ന് പറഞ്ഞത്. നമ്മൾ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മാത്രം മതി. നമ്മുടെ ഡിസൈന് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്.
നമ്മൾ സാധാരണ ബട്ടൺ ഹോൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്തേക്കുന്നത്. ഇതിന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഇവിടെ നിന്നേ ഔട്ട്ലൈൻ ഇട്ട് പോവുക. എന്നിട്ട് ആ ഷേപ്പിന് മൊത്തവും ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ തുടങ്ങിയ പോയിന്റിൽ വന്ന് നമ്മളവിടെ എൻഡ് ലോക്ക് ഇട്ട് കൊടുക്കുക. ഔട്ട്ലൈൻ മീൻസ് ഈ ബട്ടൺ ഹോളിന് മൊത്തവും ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ബട്ടൺ ഹോളിന് തന്നെ ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ കോർണറിൽ ചെയിൻ ലോക്ക് കൊടുത്തിട്ട് മേളിലോട്ട് പോവാം. ഈ ഒരു താഴ്ഭാഗത്തുള്ള ലൈനിന് മാത്രം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അവിടെയാണ് നമുക്ക് വല്ല ഹോളുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വലുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് സരി ത്രെഡ് വെച്ചോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് വെച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ നടുവിൽ വേണമെങ്കിൽ നമുക്ക് തിലകം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് എൻഡ് ലോക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ.